പിന്നീടുള്ള ദിവസങ്ങള് അയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായി. എന്റെ സമാധാനമില്ലാത്ത ദിവസങ്ങള്. മരിയാനയെ മനഃപൂർവ്വം ഞാൻ കാണാതിരുന്നു. അത് അവളോട് എന്ത് പറയണമെന്ന് അറിയാഞ്ഞിട്ടായിരുന്നു. ഞാൻ ചെറിയൊരു തമാശയായി കണ്ടു മറന്നുപോയ കാര്യം ഒരു കൊച്ചുകുട്ടി തനിക്ക് അതങ്ങനെ തള്ളിക്കളയേണ്ട ഒന്നല്ല എന്ന് മനസ്സിലാക്കി തരുന്നു. എന്താ അല്ലേ? അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട് ആൾക്കാരുടെ അന്വേഷണത്തിന്റെ ഫലമായി ലത്തീനിയ എന്ന കൂപ്പ് പ്രദേശത്ത് താമസിക്കുന്ന ഒരാളെ കുറിച്ച് വിവരം കിട്ടി. നാട്ടിൽ അന്വേഷിച്ചപ്പോ തന്റെ പഠനകാലത്ത് സ്കൂളിൽ നിന്ന് വിട്ടുപോയ ആളാണത്ര യാനോസ്. 8ാം ക്ലാസ്സിൽ ഫെയിലായപ്പോ അച്ഛന് തന്നെയും കൂട്ടി വിറക് കൂപ്പിലേക്ക് കൊണ്ടുപോയി. കൂപ്പിനടുത്തുള്ള സ്ഥലത്ത് വാടകയ്ക്ക് വീട് നോക്കുകയും നാട്ടിൽ നിന്ന് കുടുംബത്തോടെ അവിടെ താമസമാക്കുകയും ചെയ്തു. അച്ഛന്റെ മരണശേഷം കൂപ്പിലെ വലിയ പണിക്കാരനായെങ്കിലും വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും വാടക വീട് തന്നെയാണ്. 2 കുട്ടികൾ, കല്യാണം കഴിച്ചു. അപ്പോഴും മോഷ്ടിച്ച കാര്യം പറയാൻ എനിക്ക് മടിയായിരുന്നു.